നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഇന്ന് നമുക്ക് 4 മണി ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. എളുപ്പമാണ് ഉണ്ടാക്കാൻ. അതിന് ഞാനിവിടെ എടുത്തിട്ടത് അവലാണ്. 1 കപ്പ് അവലെടുത്തിട്ടുണ്ട്. നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് ഈ അവലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. എണ്ണയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ട് നമ്മളതൊന്ന് തണുക്കാൻ വെക്കണം. ഈ ചൂടാക്കിയ അവലൊന്ന് തണുക്കാൻ വയ്ക്കുക. പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ചൊരു സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തെടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. നമുക്ക് ചായ അടുപ്പത്ത് വെച്ച് ചായ ആകുമ്പോഴേക്കും നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്കിത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിലൊക്കെ ആക്കി വെച്ചാലും കഴിക്കാം. നമ്മുടെ അവൽ തണുത്തിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അവൽ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതെടുക്കുക. പിന്നെ ഞാനിവിടെ 2 ശർക്കരയാണ് എടുത്തിട്ടത്. 2 ആണി ശർക്കര. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ ഒരു 2 ഏലക്കായും, അതിൻ്റെ ആ കറുപ്പ് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കുക. എന്നിട്ട് അതും ഈ അവലിലേക്ക് ഇടുക. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതും ഇടുക. പിന്നെ നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറക്കാൻ വേണ്ടി എടുത്ത നെയ്യില്ലേ, ആ നെയ്യും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ഇതിൽ ശർക്കരയും തേങ്ങയും കൂടെ, തേങ്ങ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തപ്പോൾ അങ്ങനെ കുറച്ച് വെള്ളമുള്ള പോലെ ഉണ്ടായത്. അതിൽ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് നന്നായി കുഴച്ചതിന് ശേഷം നമുക്കിങ്ങനെ ഉണ്ടാക്കിയിട്ടെടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.